മോളെ, അപ്പനെ കണ്ടോ മക്കളെ? ഇല്ല, പറമ്പിലും പാടത്തും നോക്കിട്ട് വരിക. എന്റെ ഈശോയെ, ഒരിടത്തും പറയാതെ പോകുന്ന ആളല്ല. ഉണ്ണിത്താനെ, എന്റെ മോനെവിടാ? തന്റെ മകനെന്താ ഇവിടെയാണോ? ദൈവത്തെ ഓർത്ത് നീ ഒന്ന് പറഞ്ഞതാ എന്റെ ലാലച്ചൻ എവിടെയുണ്ടെന്ന്. എന്റെ കൊച്ചുമോൻ ബാവക്കുട്ടനെ എനിക്കൊന്ന് കാണും. എടാ വർക്കി, നീ എന്റെ ഉടപ്പറന്നോടെ മകനെ വളർത്തി വലുതാക്കിയല്ലേ എന്നോട് കളിക്കുന്നത്. എന്റെ സ്വന്തം ചോര കൊണ്ട് തന്നെ ഞാൻ നിന്നോട് പകരം ചോദിപ്പിക്കും. ഉണ്ണിത്താനെ, വേദനിക്കുന്നുണ്ടല്ലേ? എന്റെ ഉടപ്പറന്നോളെ സ്വന്തം മകളായിട്ടാണ് ഞാൻ വളർത്തിയത്. അവളുടെ വളർച്ചയുടെ ഓരോ മുഹൂർത്തങ്ങളും മനസ്സിൽ താലോലിച്ചവനാണ് ഞാൻ. അവളുടെ പുടവമുറിയും ഈ കരയിലെ ഏറ്റവും വലിയ ഉത്സവമാക്കാനായിരുന്നു എന്റെ മോഹം. എല്ലാം നീ ഒറ്റയൊരുത്തനായി ഇല്ലാതാക്കിയില്ലേ? ഉണ്ണിത്താനെ, ലക്ഷ്മി എന്റെയും പെങ്ങളായിരുന്നു. നിനക്കറിയില്ല, അന്ന് ഞാൻ അവരെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ അടുത്ത പുലരി അവള് കാണില്ലായിരുന്നു. എന്നിട്ടെന്തായി? ലക്ഷ്മി ജീവിച്ചിരിപ്പുണ്ടോ? ഇറങ്ങി പോടാ. അച്ഛൻ ഈ ചെയ്ത തെറ്റിന് അനുഭവിക്കാതിരിക്കില്ല. മുകളിൽ ഒരു ശക്തി ഉണ്ടെങ്കിൽ എന്റെ അച്ഛനെ ശപിക്കാൻ നീ ആരടി? ഓ, ദേവിയല്ലേ ദേവി. തനിക്കെന്തോട് ഇവിടെ കാര്യം? ഇറങ്ങി പോടും. വെട്ടേണ്ടത് ഇവന്റെ കൈയല്ലടാ, ഇവന്റെ തല. പറയടാ, എവിടെയാടാ ലാലച്ചൻ? എവിടെയാടാ എന്റെ ബാവക്കുട്ടൻ? പറയടാ. കൊന്നാലും ചത്താലും ഈ മുറ്റത്ത് വീഴുന്ന ചോര കൂടെ പറപ്പുകളെ പോലെ കൂടെ കഴിഞ്ഞു വരുന്നതാ. അതെല്ലാം അവര് മറന്നു. ലാലിച്ചനും ബാവക്കുട്ടനും വടക്കുപുറത്തെ കളപ്പുരയിലുണ്ട്. അപ്പാ വാ, കൂട്ടിക്കൊണ്ട് പൊയ്ക്കവരെ. എല്ലാം ഇവിടെ തീർന്നു എന്ന് കരുതണ്ട, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. കരുതിയിരുന്നോ അപ്പനും മകനും? മോനെ. മോനെ, മോനെ വാവക്കുട്ട, വാ മോളെ, നമുക്ക് വീട്ടിലേക്ക് വാ. അപ്പച്ചാ, ലാലിച്ചായം വന്നിട്ട്? അവൻ വന്നോളും, എന്റെ മകനല്ലേടി. അന്നേരത്തെ ഒരു ദേഷ്യത്തിന് അപ്പം വല്ലതും പറഞ്ഞൊന്ന് വെച്ച് അവൻ വരാതിരിക്കൂടി. നീ വാ, അവൻ വന്നോളും. വരില്ല. അപ്പന്റെ കൂടെ കുടുംബത്തേക്ക് വരണമെങ്കിൽ ദേ ഇവൻ അവിടെ ഉണ്ടാകാൻ പാടില്ല. ഞാനൊന്നിനും കൊള്ളാത്തവനല്ലേ. എന്നെ കൊണ്ട് എന്തിനെങ്കിലും കൊള്ളാമോന്ന് ഞാനും നോക്കട്ടെ. എന്തിനും ഏതിനും ഒരു ബാബുമോൻ. ആദ്യം അവനെ ഇവിടെ ഇറക്കിവിട്, എന്നിട്ട് ഞങ്ങൾ വരാം. അനിയൻകുട്ട,
എന്നോട് പോകാൻ പറയരുത്. നിങ്ങൾ ആരും ഇല്ലാതെ തനിച്ച് കഴിയാൻ എനിക്കാവില്ല. വേണ്ട, ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ, രണ്ടുപേരും കൂടെ ഏതായാലും ഒരു വീട്ടിൽ പൊറുക്കണ്ട. അനിയൻകുട്ട, പോണം, ബാബുട്ടും പോണം. ഒരു ദിവസം പോലും ഞാൻ അവിടെ സമാധാനമായിട്ട് കഴിഞ്ഞിട്ടില്ല. എവിടേക്കെങ്കിലും പൊയ്ക്കും, ബാബുട്ടിന്റെ പെങ്ങള് പറയുന്നു കരുതിയാൽ മതി. ഞാൻ കാരണം ഇത്രയേറെ പ്രശ്നങ്ങളുള്ളതായി അറിയില്ലായിരുന്നു. പൊയ്ക്കൊള്ളാം. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ കഴിയുന്ന കണ്ടാ മതി എനിക്ക്. ബാവക്കുട്ട, ബാവുപ്പ പോവുക. അപ്പൻ ഇവരെയും കൂട്ടി വീട്ടിലേക്ക് പോണം. നിൽക്കടാ അവിടെ. എവിടേക്ക് വേണമെങ്കിലും പൊയ്ക്കോ. പക്ഷേ പോകുന്നതിന് മുമ്പ് എന്റെ കുഴിമാടത്തിൽ ഒരു പിടി മണ്ണിട്ടേച്ച് പോയാൽ മതി. അപ്പ അതേടാ, അപ്പം വെറും വാക്ക് പറയില്ല. നിന്നോടൊപ്പം ആ വീട്ടിൽ കഴിയാൻ മനസ്സുള്ളവർ എന്റെ കൂടെ വന്നാ മതി. ബാബാ, ഞാനും വരട്ടെ, എന്നെയും കൂടി കൂട്ടിക്കൊണ്ട് പോ അപ്പച്ച. മോനെ ലാലച്ച, ഇനി അപ്പം നിന്നെ വഴക്കൊന്നും പറയില്ല. വീട്ടിലേക്ക് വരാൻ മക്കളെ. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം അപ്പച്ച. വാവക്കുട്ടം പറയണ നീ കേട്ടില്ലേ? നിന്റെ അമ്മച്ചി ഓർത്തെങ്കിലും നീ വീട്ടിലേക്ക് വാടാ മക്കളെ. എന്നെ വിളിക്കണ്ട, ഞാൻ വരില്ല. അപ്പൊ മോനെ കള്ളെടുക്കടാ. നീ എന്താ നോക്കിക്കണേ? പോയി കള്ളെടുക്കേ. എടി കാന്താരി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പക്ഷാഭേദം കാണിക്കില്ലെന്ന്? നീ എന്താണ് നോക്കി നിൽക്കുന്നേ? കല്ലെടുത്ത് കൊടുക്കടാ. നീ കഴിക്കടാ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. എന്തുപറ്റിയപ്പാ? ഒന്നുമില്ല, എന്റെ വാവക്കുട്ടൻ എന്നെ ഓർത്ത് ഇന്ത്യക്കളായിരിക്കും. അപ്പം വിഷമിക്കണ്ട. അനിയൻകുട്ടന്റെ കാല് പിടിച്ചിട്ടായാലും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും ഞാൻ. കാലും കൈയൊന്നും പിടിക്കണ്ട. 2 ദിവസം കഴിയുമ്പോ ഉണ്ണിത്തൻ തന്നെ ഇറക്കി വിട്ടോളും. അപ്പൻ ഇങ്ങനെ കുടിക്കുന്ന ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. എന്തോ കുറേശ്ശായിട്ട് കുടിക്കാൻ പറ്റുന്നില്ല. എങ്കിൽ മതി, വീട്ടിൽ പോ. ഓ, ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? ബാവക്കൂട്ടറാണെങ്കിൽ വീട്ടിലും ഇല്ല. ഇല്ല, പോവാ. എടാ, എന്റെ നെഞ്ചിലൊരു വേദനയും അല്ലേ. എഴുന്നേറ്റേ. നീ വിട്ടാരേ, കുഴപ്പമൊന്നുമില്ല. കുറിച്ചൊരു ഭാസ്കര. ഓ,
അപ്പന് ലാലച്ചനോട് സ്നേഹമില്ലാന്ന് നിനക്കും തോന്നിയിട്ടുണ്ടല്ലേ? അവൻ എന്റെ മകനല്ലേടാ. തോന്നിവാസം കാണിക്കുന്ന മക്കളോട് തോന്നാവുന്ന ദേഷ്യമേ ഈ അപ്പനും അവനോട് തോന്നിയിട്ടുള്ളൂ. എങ്ങനെയെങ്കിലും നേരെ ചൊവ്വയായി കാണാനുള്ള ആഗ്രഹം കൊണ്ടാ, അല്ലാതെ മനസ്സിലൊന്നും വെച്ചിട്ടല്ല. നീ നോക്കൂ, അവൻ തിരിച്ചു വരും. എനിക്കവന് കൊടുക്കാൻ പറ്റാതെ പോയ സ്നേഹവും വാത്സല്യവും നീ അവന് കൊടുക്കണം. കുറച്ചൊക്കെ പിടിവാശിയും മുൻചുണ്ടിയൊക്കെ ഉണ്ടവന്. അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നീ അവരെ നോക്കിക്കോളും. ഇതൊക്കെ എന്തിനാ ഇപ്പൊ എന്നോട് പറയുന്നേ? എന്തോ പറയണമെന്ന് തോന്നി. കൊച്ചേ, ഒരു കോപ്പ് കഞ്ഞിവെള്ളം എടുത്തേ. പയ്യെ. ആ കള്ളു കുടിച്ചപ്പോ മുതൽ വല്ലാത്തൊരു പരവേശം. എന്താണെന്നറിയില്ല. അയ്യോ, എന്താ ഇങ്ങനെ വേർക്കുന്നേ? എന്തിനാ കാളകൾ ഇങ്ങനെ അമർന്നേ? മിണ്ടാപ്രാണികൾ ചാവ് മുമ്പേ അറിയുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? എല്ലാ ലക്ഷണങ്ങളും ഒത്ത കാളകളാണ്. അവറ്റകളെ നീ ആർക്ക് കൊടുക്കണം? എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവണം. എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്? നമുക്ക് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഇത് പിടിച്ചേ. വാ. കാളകൾ ചാവ് വിളിച്ചത് എനിക്കായിട്ടായിരുന്നു. ബാബു, കൊച്ചേ.